ഇന്നലെയോ ഇന്നോ ഭാഗം 3. ഞാൻ മാരീഡ് അല്ലല്ലോ, കല്യാണം കഴിയാതെ ഞാൻ എങ്ങനെ താലിയണിയും? ഇഷ നിസ്സഹായതയോടെ കൃഷ്ണനുണ്ണിയെയും സബിതയെയും മാറി മാറി നോക്കി. താലിമാല അവളുടെ കയ്യിലിരുന്ന് വിറകൊണ്ടു. ശ്രുതിയുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അറിയാമല്ലോ, അച്ഛനോടും അമ്മയോടും വലിയൊരു നുണ പറഞ്ഞാണ് ശ്രുതിയെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അവർക്ക് ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ല, കൃഷ്ണനുണ്ണി പറഞ്ഞു. എന്റെ കൂട്ടുകാരി സുരഭിയുടെ അനുജത്തിയാണ് ശ്രുതി. ഹസ്ബൻഡ് ദുബായിലാണ്. ആ കഥാപാത്രത്തിന് ഒരു പേര് കണ്ടുപിടിക്കണം. അച്ഛനോ അമ്മയോ ചോദിച്ചാൽ തപ്പുകൂടാതെ പറയണം, സബിത വിശദീകരിച്ചു. ശ്രുതി വിവാഹിതയാണെന്ന് തോന്നണമെങ്കിൽ കഴുത്തിൽ താലി കൂടിയേ കഴിയൂ. ഇത് വെറുമൊരു നാടകമാണെന്ന് വിചാരിച്ചാൽ മതി. നാടകത്തിൽ നമ്മൾ ഒരു വേഷം കെട്ടുന്നു, നാടകം കഴിയുമ്പോൾ താലിമാല ഊരിവെക്കുന്നു. കൃഷ്ണനുണ്ണി അവളുടെ ആശങ്ക മാറ്റാൻ ശ്രമിച്ചു. വിവാഹം കഴിയാതെ ഗർഭിണിയായവളാണ് ശ്രുതി. അപ്പോ പിന്നെ വിവാഹം കഴിക്കാതെ താലി ധരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. സബിതയുടെ വാക്കുകൾ ഇഷയുടെ ഹൃദയത്തിൽ എവിടൊക്കെയോ ചെന്നുകൊണ്ട് മുറിവേൽപ്പിച്ചു. സബിതയുടെ മുൻപിൽ പെട്ടെന്ന് ചെറുതായതുപോലെ അവൾക്ക് തോന്നി. ശാസനാഭാവത്തിൽ കൃഷ്ണനുണ്ണി സബിതയെ ഒന്ന് നോക്കി. പറഞ്ഞതൽപ്പം കടുത്തുപോയോ എന്നപ്പോഴാണ് അവൾ സംശയിച്ചത്. അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ലായിരുന്നു. പക്ഷേ സബിത ചെന്ന് അവളുടെ കൈപിടിച്ചു. ഐ ആം സോറി, ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ. മനസ്സിലായി ചേച്ചി, യു ആർ റൈറ്റ്. വിവാഹം കഴിയാതെ ഗർഭിണിയായവളാണ് ഞാൻ. അത് കാരണം എനിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, പലയിടത്തും. ഇഷ ആ താലിമാല കഴുത്തിലണിഞ്ഞു. ഹൃദയാകൃതിയിലുള്ള ആ മഞ്ഞലോഹത്തിന്റെ കഷണം നെഞ്ചിൽ സ്പർശിച്ചപ്പോൾ അവൾക്ക് പൊള്ളി. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് ബാഗ് തുറന്ന് സിന്ദൂരച്ചെപ്പെടുത്ത് ഒരു നുള്ളു ഇഷയുടെ സീമന്തരേഖയിൽ തൊടുവിച്ചു. ഇപ്പോൾ ശ്രുതി മാരീഡ് അല്ലെന്ന് ആരും പറയില്ല. അവൾ ഇഷയെ നോക്കി മന്ദഹസിച്ചു. സമയം കളയണ്ട, കാറിൽ കയറൂ. കൃഷ്ണനുണ്ണി ധൃതി കൂട്ടി. കാറ് മുന്നോട്ട് നീങ്ങി. കോൺവെന്റ് ഹോസ്റ്റലിനോട് വിട. ഇനി മറ്റൊരു താവളത്തിലേക്ക്. അവിടെ എത്രനാൾ കാണുമെന്ന് ആരറിഞ്ഞു? കാറോടിക്കുമ്പോൾ കൃഷ്ണനുണ്ണി നിശബ്ദനായിരുന്നു. സബിതയും ഒന്നും സംസാരിച്ചില്ല. ഇഷ പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നു. ടൗണിന്റെ അതിർത്തിയിലേക്കുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് കാർ പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഇരുവശത്തും ആധുനിക രീതിയിലുള്ള വീടുകൾ, വൃത്തിയുള്ള നിരത്ത്. തൂണിൽ ശ്രീവത്സം എന്ന് പിത്തള ലിപികളിൽ എഴുതിവെച്ച ഗേറ്റിന്റെ മുൻപിൽ ചെന്ന് കാർ നിന്നു. സബിത കാറിൽ നിന്നിറങ്ങി ചെന്ന് ഗേറ്റിന്റെ പാളികൾ മലർക്കെ തുറന്നുവെച്ചു. ഐവറി കളറിലുള്ള പെയിന്റടിച്ച ഭംഗിയുള്ള ഇരുനില വീട്. ടൈൽസ് വിരിച്ച മുറ്റത്തേക്ക് കയറിച്ചെന്ന് പോർച്ചിൽ കാർ നിന്നു. അപ്പോഴേക്ക് ഗേറ്റ് അടച്ചിട്ട് സബിത വന്നു. ഇതാണ് നമ്മുടെ വീട്. ശ്രുതി ഇറങ്ങൂ, കൃഷ്ണനുണ്ണി പറഞ്ഞു. നമ്മുടെ വീട്. ആ വാക്കുകൾ ഇഷയുടെ ഹൃദയത്തിൽ എവിടെയോ ചെന്ന് സ്പർശിച്ചു. എന്റെ വീടെന്നോ ഞങ്ങളുടെ വീടെന്നോ അല്ല കൃഷ്ണനുണ്ണി പറഞ്ഞത്. അവൾ കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ശബ്ദം കേട്ട് വിശ്വനാഥ പിള്ളയും സൗദാമിനി അമ്മയും വെളിയിലേക്ക് ഇറങ്ങി വന്നു. സെറ്റുമുണ്ടും കരയുടെ അതേ നിറത്തിലുള്ള ബ്ലൗസും ധരിച്ച തലനുരച്ചു തുടങ്ങിയ ആ അമ്മയുടെ മുഖം എവിടെയോ കണ്ടുമറന്നതുപോലെ ഇഷയ്ക്ക് തോന്നി. ചന്ദന നിറത്തിലുള്ള ഫ്ലാഗ് ഷർട്ടും ഡബിൾ മുണ്ടുമായിരുന്നു വിശ്വനാഥ പിള്ളയുടെ വേഷം. മുടിയും മീശയും കറുപ്പിക്കാത്ത ആ അച്ഛനെയും ഒറ്റ നോട്ടത്തിൽ അവൾക്കിഷ്ടമായി. കയറി വാ മോളെ, സൗദാമിനി അമ്മ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. അപ്പോഴേക്ക് കൃഷ്ണനുണ്ണി അവളുടെ ബാഗും സൂട്ട്കേസും എടുത്ത് സിറ്റ് ഔട്ടിലേക്ക് വെച്ച് കഴിഞ്ഞിരുന്നു. വലതുകാൽ വെച്ചാണ് ഇഷ ആദ്യത്തെ പടി കയറിയത്. ഐശ്വര്യമായിട്ട് തന്നെ തുടങ്ങാം. ഈ വീട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ വയ്യ. സൗദാമിനി അമ്മ അവളുടെ കൈപിടിച്ച് സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുപോയി. എന്താ മോളുടെ പേര്? അദ്ദേഹം ചോദിച്ചു. ശ്രുതി അരവിന്ദ്, അവൾ പറഞ്ഞു. ഹസ്ബൻഡിന്റെ പേരാണോ അരവിന്ദ്? അല്ല. പെട്ടെന്ന് ഒരു പേര് കണ്ടുപിടിക്കാനാവാതെ അവൾ ഉഴറി. ജയകൃഷ്ണൻ എന്ന ശ്രുതിയുടെ ഹസ്ബൻഡിന്റെ പേര്. പുള്ളി ദുബായിൽ ഓയിൽ റിഗിൽ മെക്കാനിക്കൽ എഞ്ചിനീയറാ. പിന്നിൽ നിന്ന് കൃഷ്ണനുണ്ണി പെട്ടെന്ന് അവളുടെ സഹായത്തിനെത്തി. ജയകൃഷ്ണൻ. ഇനി ഈ പേര് ഓർമ്മയിൽ വെക്കണം. ആര് ചോദിച്ചാലും ഒരേ പേര് തന്നെ പറയണമല്ലോ. മോളിരിക്ക്. സെറ്റിയിൽ അവളെ ഇരുത്തി സൗദാമിനി അമ്മ ഒപ്പമിരുന്നു. സുരഭിയുടെ അതേ ചായ അല്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കി വിശ്വനാഥ പിള്ള പറഞ്ഞു. അതെ, കണ്ടപ്പോൾ എനിക്കും തോന്നി. സൗദാമിനി അമ്മ അത് ശരിവെച്ചു. സബിത മെല്ലെ കിച്ചണിലേക്ക് പോയി. പരിഭ്രമം കൊണ്ട് അവളുടെ ഹൃദയമിടിപ്പിന്റെ വേഗം കൂടുന്നുണ്ടായിരുന്നു. എവിടെയെങ്കിലും ശ്രുതിയുടെ നാവൊന്നു പിഴച്ചാൽ ശ്രുതിയെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നില്ലെന്ന് പെട്ടെന്ന് അവൾക്ക് തോന്നി. ഞാണിമേ കളിയാണിത്.
എപ്പോൾ വേണമെങ്കിൽ കാൽ വഴുതി താഴേക്ക് വീഴാം. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? അച്ഛൻ ചോദിക്കുന്നു. 1 വർഷം. ശ്രുതി പറയുന്നു. മോൾ കൂടെ ദുബായിലേക്ക് പോകാമേലായിരുന്നോ? അമ്മ ചോദിക്കുന്നു. ചേട്ടൻ മാസത്തിൽ 15 ദിവസവും റിഗിലായിരിക്കും. കടലിൽ 15 ദിവസമേ കരയിൽ കാണൂ. അവൾ പറയുന്നു. മിടുക്കിയാണ് പെണ്ണ്. അത് ശരിയാ. 15 ദിവസമൊക്കെ മോൾ എങ്ങനെ അന്യനാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കും? ഭയന്ന് അമ്മ ചോദിക്കുന്നു. പാവം അമ്മ. അവർ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണനുണ്ണി കിച്ചണിലേക്ക് വന്നു. എനിക്ക് പേടിയുണ്ട് ഉണ്ണിയേട്ടാ, സബിത പറഞ്ഞു. ഒരു പേടിയും വേണ്ട. അവൾ പൊട്ടിയൊന്നുമല്ല. ഒരിക്കൽ അബദ്ധം പറ്റിയെന്ന് വെച്ച് അതേക്കുറിച്ച് നമ്മൾ അറിയണം. ആരാണാൾ? ഇപ്പോൾ എവിടെയുണ്ട്? എന്ത് കാരണത്താലാണ് അവർ തമ്മിൽ തെറ്റിയത്? അയാൾ അവളെ തേടി വരാൻ സാധ്യതയുണ്ടോ? സബിത പറഞ്ഞു. സാവകാശം ചോദിച്ച് മനസ്സിലാക്കാം. നീ പറഞ്ഞപ്പോഴാണ് അതേക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. അവൾ നമുക്ക് കുഞ്ഞിനെ തന്നിട്ട് പോയ ശേഷം അയാൾ അവകാശവാദവുമായി വന്നാലോ? സബിത ഞെട്ടി. ഉണ്ണിയേട്ടാ, സാരമില്ല. എന്തായാലും നനഞ്ഞിറങ്ങി. ഇനി കുളിച്ചു കയറാതെ പറ്റില്ല. നമ്മൾ കണക്കില്ലാതെ കഷ്ടപ്പെടുകയും അവസാനം. അയാൾ അവളെ ചേർത്തു പിടിച്ചു. നല്ലത് മാത്രം ഇപ്പോൾ ചിന്തിച്ചാൽ മതി. ശുഭാപ്തി വിശ്വാസം വേണം. തന്നെയുമല്ല, കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് ജീവിതത്തിൽ വിജയം നേടാനാവും. നീ തൽക്കാലം ചായ ഉണ്ടാക്ക്. അയാൾ സ്വീകരണ മുറിയിലേക്ക് ചെന്നു. ശ്രുതിക്കുള്ള മുറി എവിടാ തയ്യാറാക്കിയിരിക്കുന്നേ? അയാളെ കണ്ട് സൗദാമിനിയമ്മ ചോദിച്ചു. മുകളിലാണ്, തെക്ക് വശത്തെ റൂം, അയാൾ പറഞ്ഞു. താഴെ 2 ബെഡ്റൂമുകളേയുള്ളൂ. ഒന്നിൽ അച്ഛനും അമ്മയും, മറ്റേതിൽ കൃഷ്ണനുണ്ണിയും സബിതയും. എന്നാൽ ശ്രുതിക്ക് റൂം കാണിച്ചു കൊടുക്ക്, വിശ്വനാഥ പിള്ള പറഞ്ഞു. ചായ കുടിച്ചിട്ട് മോൾ മുകളിലേക്ക് പോയാൽ മതി. നീ ആ പെട്ടിയും ബാഗും മുറിയിൽ കൊണ്ടുചെന്ന് വെക്ക്. സൗദാമിനിയമ്മ അവളെ വിടാൻ തയ്യാറായില്ല. ബാഗും സൂട്ട്കേസുമായി കൃഷ്ണനുണ്ണി കോടിപ്പടി കയറി മുകളിലെത്തി. തെക്കേ മുറി പൂട്ടിയിരുന്നില്ല. അയാൾ വാതിൽ തുറന്ന് അകത്ത് കയറി ബാഗും സൂട്ട്കേസും നിലത്ത് വെച്ചു. തൊട്ടടുത്ത മുറിയാണ് സുദീപിൻ്റേത്. അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. 3 മാസം കഴിയുമ്പോൾ അവൻ ജപ്പാനിൽ നിന്ന് വരും. അന്യയായ ഒരു സ്ത്രീയെ വീട്ടിൽ താമസിപ്പിക്കുന്നതിൽ അവൻ എതിർപ്പ് കാണും. എതിർക്കട്ടെ, ഇത് തൻ്റെ വീടാണ്. തൻ്റെ ഇഷ്ടത്തിനാണ് ഇവിടെ പ്രാധാന്യം. ജയസുധിയെ കല്യാണം കഴിച്ച് അവന് അവളുടെ വീട്ടിൽ പോയി താമസിക്കാം. അല്ലെങ്കിൽ വേറൊരു വീട് കണ്ടുപിടിക്കാം. എണ്ണയിൽ വെന്തുമൊരിയുന്ന ഏത്തപ്പഴത്തിന്റെ മണം അപ്പോൾ മുകളിലേക്ക് കയറി വന്നു. ചായയോടൊപ്പം കഴിക്കാൻ സബിത പഴംപൊരി ഉണ്ടാക്കുകയാണ്. കൃഷ്ണനുണ്ണി താഴേക്കിറങ്ങിച്ചെന്നു. സ്വീകരണ മുറിയിൽ അച്ഛനില്ല. അമ്മ അടുത്തിരുന്ന് ശ്രുതിയോട് സംസാരിക്കുകയാണ്. 1 വർഷം കഴിഞ്ഞിട്ടും വിശേഷമൊന്നും? അമ്മ ചോദിക്കുന്നു. വിശേഷമുണ്ടമ്മേ. എത്ര മാസം? 2 മാസത്തിലേറെയായി. അതെയോ? നന്നായി. ഇനി എന്ന് വരും ജയകൃഷ്ണൻ? 3 മാസം കൂടുമ്പോൾ 15 ദിവസത്തെ ലീവിന് ജയേട്ടൻ വരും. നന്നായി. ഇനി ഇങ്ങോട്ടായിരിക്കുമല്ലോ വരുന്നത്. ഞങ്ങൾക്കും ആളിനെ കാണാമല്ലോ. കുഴപ്പമാകും. 3 മാസം കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് വരാത്തതെന്ന് അമ്മ ചോദ്യം തുടങ്ങും. ജയേട്ടന് അമേരിക്കൻ കമ്പനിയിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങോട്ട് പോയാൽ ഉടനെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ശ്രുതി പറഞ്ഞു. മിടുക്കി. അവൾ ഒരു മുഴം കൂട്ടിയെറിഞ്ഞിരിക്കുന്നു. കൃഷ്ണനുണ്ണിയുടെ ആശങ്ക മുഴുവൻ മാറി. ഏത് അപകടം വന്നാലും അവൾ നിന്ന് പിഴയ്ക്കും. അമ്മേ, അച്ഛൻ എന്തിയേ? ചായ ഇട്ടല്ലോ, സബിത വന്നു പറഞ്ഞു. അച്ഛനെ ആരോ ഫോണിൽ വിളിച്ചു. സംസാരിക്കാൻ പോയതാ. മോള് വാ, നമുക്ക് ചായ കുടിക്കാം. ഈശയെയും കൊണ്ട് സൗദാമിനി അമ്മ ഡൈനിങ് ഹാളിലേക്ക് പോയി. കൃഷ്ണനുണ്ണിയും കൂടെ ചെന്നു. പിന്നാലെ വിശ്വനാഥ പിള്ളയും. ഒരു പ്ലേറ്റ് നിറയെ ചൂട് പഴംപൊരി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു സബിത. അവൾ 5 കപ്പുകളിലേക്ക് ചായ പകർന്നു. പഴംപൊരി ഇഷ്ടമാണോ മോക്ക്? സൗദാമിനിയമ്മ ചോദിച്ചു. വലിയ ഇഷ്ടമാണ്. ഹൈദരാബാദിൽ ഇതൊക്കെ കിട്ടുമായിരുന്നോ? അപ്പോൾ കുറച്ചു കാര്യങ്ങൾ അമ്മ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇല്ല, അതല്ലേ ഇത്ര വലിയ കൊതി. ഇഷ ഒരു പഴംപൊരി എടുത്തു കടിച്ചു. നല്ല മധുരം, നല്ല രുചി. എണ്ണ പുരണ്ട അവളുടെ ചുണ്ടുകൾ കണ്ട് സൗദാമിനിയമ്മ ചിരിച്ചു. സ്നേഹപൂർവ്വമുള്ള നിർബന്ധിക്കൽ കാരണം അവൾ പഴംപൊരിയും ചായയും വയറ് നിറയെ കഴിച്ചു. ശ്രുതി വാ, ഞാൻ റൂം കാണിച്ചു തരാം, ഒടുവിൽ സബിത പറഞ്ഞു. ഇഷ എഴുന്നേറ്റു. കുളിച്ചിട്ട് വാ, ഇവിടെ കുറേ അമ്പലങ്ങളുണ്ട്. ഓരോ ദിവസവും ഓരോ അമ്പലത്തിൽ ഞാൻ കൊണ്ടുപോകാം, സൗദാമിനിയമ്മ പറഞ്ഞു. ഇന്ന് വേണ്ടമ്മേ, നല്ല ക്ഷീണമുണ്ട്. അവൾ ഒഴിഞ്ഞു. സബിത അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മുറി ഇഷ്ടപ്പെട്ടു. മെത്തയും ഷീറ്റും വിരിച്ച കട്ടിൽ, മേശ, കസേര, സൈഡ് ടേബിൾ, വാർഡ്രോബ് സഹിതമുള്ള ഭിത്തി അലമാര, അറ്റാച്ച്ഡ് ബാത്ത്. ശ്രുതി റെസ്റ്റ് എടുക്ക്,
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. അവൾ തലകുലുക്കി. സബിത താഴേക്ക് പോയപ്പോൾ അവൾ വാതിലടച്ചു. 2 ജനാലകളുണ്ട്. രണ്ടും അവൾ തുറന്നു വെച്ചു. മതിലിനപ്പുറം വീടുകളാണ്. അവൾ കട്ടിലിലേക്ക് കിടന്ന് തലയിണയിൽ കവിളമർത്തി. വീട് ഇഷ്ടപ്പെട്ടു, വീട്ടുകാരെയും ഇഷ്ടപ്പെട്ടു. പക്ഷേ എത്രനാൾ? കിടന്നവൾ അറിയാതെ അല്പനേരം മയങ്ങി. ഉണർന്നപ്പോൾ മണി 5:30. സൂട്ട്കേസിൽ നിന്ന് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ പുറത്തെടുത്തു വെച്ചു. പിന്നെ കുളിച്ചു. കുളി കഴിഞ്ഞ് ചുരിദാറാണ് ധരിച്ചത്. പുരുഷന്മാരുള്ള വീടാണ്. പഴയതുപോലെ ഇഷ്ടമുള്ളതും സൗകര്യപ്രദവുമായ വേഷങ്ങൾ ധരിക്കാൻ പറ്റില്ല. താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ത്രിസന്ധ്യ. സിറ്റൗട്ടിൽ സ്വർണശോഭയോടെ നിലവിളക്ക് കത്തുന്നു. സൗദാമിനിയമ്മ വന്ന് അവളുടെ നെറ്റിയിൽ ചെറിയൊരു ഭസ്മക്കുറി വരച്ചു. അവിടെ നിലവിളക്ക് കത്തിക്കലും നാമജപമൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ലമ്മേ, സന്ധ്യയ്ക്കൊന്നും വീട്ടിൽ വരില്ല. ഇനി ഹൈദരാബാദിലേക്ക് പോകുന്നില്ലേ? ഇല്ല, പ്രസവം കഴിഞ്ഞ് ചേട്ടൻ്റെ കൂടെ. അതാ നല്ലത്. രാത്രിയിൽ 5 പേരും ഒന്നിച്ചിരുന്നാണ് അത്താഴം കഴിച്ചത്. ചോറ്, ചപ്പാത്തി, കഞ്ഞി, നാടൻ കറികൾ. ഉറങ്ങാനായി വാതിലടച്ചു കഴിഞ്ഞ് അവൾ ജമുനയെ വിളിച്ചു. എങ്ങനെയുണ്ട് പുതിയ വീട്? ജമുന ചോദിച്ചു. ശരിക്കും ഇഷ്ടപ്പെട്ടു. റിയലി എ ന്യൂ എക്സ്പീരിയൻസ്. കുടുംബജീവിതമൊക്കെ ഫിലിമിലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരമ്മയുണ്ട്. എൻ്റെ അമ്മ ഇത്രയൊന്നും എന്നോട് സ്നേഹമായിട്ട് പെരുമാറിയിട്ടില്ല. സൂക്ഷിച്ചോ, അധികം അറ്റാച്ച്മെൻ്റ് ഒന്നും വേണ്ട, ജമുന മുന്നറിയിപ്പ് നൽകി. യെസ്, എനിക്കറിയാം, ഇതൊരു ഇടത്താവളം മാത്രം. പിറ്റേന്ന് രാവിലെ ഇഷ ഉണരാൻ വൈകി. താഴേക്കിറങ്ങി ചെന്നപ്പോൾ ഡൈനിങ് റൂമിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട്. അവൾ സൗദാമിനി അമ്മയോട് കലപിലെ സംസാരിക്കുന്നു. ഇതാണ് മോളെ ഞാൻ പറഞ്ഞ ശ്രുതി. സൗദാമിനി അമ്മ അവളെ പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ കൗതുകത്തോടെ ഇഷയെ നോക്കി. ഞാൻ എതിർവശത്തെ വീട്ടിലാണ് ചേച്ചി താമസിക്കുന്നത്. പേര് ജയസുധ. അവൾ സ്വയം പരിചയപ്പെടുത്തി. ഇങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ മോളെ. എൻ്റെ ഇളയ മോൻ സുദീപിൻ്റെ പ്രതിശ്രുത വധുവ. 1 മാസം മുമ്പായിരുന്നു ഇവരുടെ എൻഗേജ്മെന്റ്. പിറ്റേന്ന് അവൻ ജപ്പാനിലേക്ക് പ്ലെയിൻ കയറുകയും ചെയ്യൂ. സുദീപോ? ഇഷ ചോദിച്ചു. അതെ, സുദീപേട്ടൻ ബാംഗ്ലൂരിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ടീം ലീഡറായിരുന്നു. 4 മാസത്തേക്ക് കമ്പനി ജപ്പാനിലേക്ക് വിട്ടിരിക്കുകയാണ്. വീഴാതിരിക്കാനായി ഇഷ ഡൈനിങ് ടേബിളിന്റെ വിളുമ്പിൽ അള്ളിപ്പിടിച്ചു. താൻ ഏറ്റവും കഠിനമായി ആരെ വെറുക്കുന്നുവോ അവന്റെ വീട്ടിലേക്കാണ് എത്തിച്ചേർത്തിരിക്കുന്നതെന്ന് ഇഷ ഞെട്ടലോടെ മനസ്സിലാക്കി. എങ്ങനെ സംഭവിച്ചു ഈ അബദ്ധം? പാലക്കാട്ടാണ് അവന്റെ വീടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അച്ഛനും അമ്മയും ഒരു സഹോദരനും സഹോദരിയും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അവർ വിവാഹിതരാണെന്നും. പാലക്കാട്ടാണ് വീടെന്ന് എന്തിനാണ് അവൻ കള്ളം പറഞ്ഞത്? തല ചുറ്റുന്നത് പോലെ തോന്നി അവൾക്ക്. എന്തുപറ്റി മോളെ? അവളുടെ മുഖഭാവം മാറിയതുകണ്ട് സൗദാമിനി അമ്മ ഉത്കണ്ഠയോട് ചോദിച്ചു. ഒന്നുമില്ലമ്മേ, വീഴാൻ തോന്നുന്നത് പോലെ. അവൾ സത്യം പറഞ്ഞു. ഈ സമയത്ത് തലചുറ്റലൊക്കെ ഉണ്ടാകും. വാ, ഇവിടെ വന്നിരിക്ക്, അല്ലെങ്കിൽ എൻ്റെ മുറി ചെന്ന് കിടക്ക്. വേണ്ടമ്മേ, സാരമില്ല. ഡൈനിങ് ടേബിളിന്റെ കസേര നീക്കിയിട്ട് അവൾ തളർച്ചയോടെ ഇരുന്നു. ചേച്ചി പ്രഗ്നന്റ് ആണ് അല്ലേ? ജയസുധയുടെ ചോദ്യം കേട്ട് അവൾ മുഖമുയർത്തി നോക്കി. അവന്റെ പ്രതിശ്രുത വധു. അതെ എന്ന അർത്ഥത്തിൽ ഇഷ മെല്ലെ താടി ചലിപ്പിച്ചു. സുന്ദരിയായ പെൺകുട്ടി, നിഷ്കളങ്കമായ നോട്ടം. ജപ്പാനിലേക്ക് പറക്കും മുമ്പ് അവൻ വേറൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണ നിശ്ചയം നടത്തിയിരിക്കുന്നു. മിടുക്കൻ. അല്ലെങ്കിൽ തന്നെ അവൻ എന്നും മിടുക്കനായിരുന്നല്ലോ. സുദീപേട്ടൻ്റെ അമ്മ പറഞ്ഞു ചേച്ചി ഇവിടെ കുറേ നാളുണ്ടാകും അല്ലേ? അതെ. അവളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു ഇഷയ്ക്ക്. പക്ഷേ ഷോക്കിൽ നിന്ന് മനസ്സ് വിമുക്തമായിട്ടില്ല. കുറച്ചുനേരം കിടന്നിട്ട് വരാം. അവൾ മെല്ലെ എഴുന്നേറ്റു. കോണിപ്പടി കയറേണ്ട മോളെ, സൗദാമിനിയമ്മ പറഞ്ഞു. സാരമില്ലമ്മേ. ഒരു വിധത്തിൽ സ്റ്റെയർ കേസ് കയറി അവൾ മുകളിലെത്തി. മുറിയിൽ കയറി വാതിലടിച്ച് അവൾ മെത്തയിലേക്ക് കിടന്നു. നടക്കുന്നത് സ്വപ്നമല്ലെന്ന് വിശ്വസിക്കാൻ അവൾ പാടുപെട്ടു. ബാംഗ്ലൂരിൽ നിന്ന് രക്ഷപ്പെട്ടത് കൃത്യമായി ഈ വീട്ടിലേക്ക് തന്നെ എത്തിച്ചേരാനായിരുന്നോ? അവൾ വല്ലാതെ കിതച്ചു. ഇത്രയും വേഗം ഈ നാട്ടിൽ നിന്ന് പോകണം. ആരും ഒന്നും അറിയരുത്. ഒരു സംശയം പോലും ഉണ്ടാകരുത്. അവളുടെ തല പുകഞ്ഞു. എവിടേക്ക് പോകും? സ്വന്തം നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. അവിടെ ചില ബന്ധുക്കളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിയാത്ത പെണ്ണാണ് താൻ. പിന്നെ പരിചയമുള്ള ഒരു സ്ഥലം മാത്രമേയുള്ളൂ, ബാംഗ്ലൂർ. അവിടെ സുഹൃത്തുക്കളുണ്ട്, താമസിക്കാൻ ഫ്ലാറ്റുണ്ട്, ചെയ്യാൻ ജോലിയുമുണ്ട്. പക്ഷേ
ആ സിറ്റിയിലേക്ക് ഇനി ഒരിക്കലുമില്ല. അവസാന യാത്ര പറഞ്ഞ് പോന്നതാണ്. പെട്ടെന്നാണ് അവൾ ജമുനയുടെ കാര്യം ഓർത്തത്. അവൾ ചാടി എഴുന്നേറ്റ് മൊബൈൽ എടുത്ത് ഉടൻ വിളിച്ചു. ജമുനയ്ക്ക് ഈ നേരത്തെ ഫ്രീ ആയി സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അവളോട് പറഞ്ഞേ തീരൂ. മൊബൈൽ ചെവിയോട് ചേർത്ത് വെച്ച് അവൾ കിടക്കയിലിരുന്നു. ഹലോ, എന്താ ഇഷ? ബെല്ലടിച്ച് തീരാറായപ്പോൾ പെട്ടെന്ന് ജമുനയുടെ സ്വരം വന്നു. ആർ യു ഫ്രീ? നോട്ട് റിയലി. എന്തെങ്കിലും എമർജൻസി ഇല്ലാതെ ഈ നേരത്ത് നീ വിളിക്കില്ലെന്നറിയാം. എന്താണ് പുതിയ ക്രൈസിസ്? എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. കൃഷ്ണനുണ്ണിയെയും സബിതയെയും നീ ആവശ്യത്തിലധികം ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞു. ഇനി അവർ വേറൊരു താമസ സ്ഥലം കണ്ടുപിടിച്ച് തരണം, അല്ലേ? ദിസ് ഈസ് ക്രൂവൽ ഇഷ. അവരെ കുരങ്ങ് കളിപ്പിക്കുന്നതിനും ഒരതിരുണ്ട്. പാവങ്ങൾക്ക് വെറുതെ ആശ കൊടുത്തിട്ട്. വേണ്ട, നീ ഇങ്ങ് പോരെ. സായി കട്ടതുപോലെ ജമുന പറഞ്ഞു. ജമുന, എനിക്ക് കേൾക്കേണ്ട നിന്റെ ന്യായീകരണങ്ങൾ. ഞാൻ ബിസിയാണ്. അവൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. ഇഷ വീണ്ടും വിളിച്ചു. അപ്പോഴേക്ക് അവൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു കഴിഞ്ഞിരുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇക്കാര്യം പറഞ്ഞ് അവളെ ഒരുപാട് അലോസരപ്പെടുത്തിയിട്ടുണ്ട്. സഹിക്കുന്നതിലും ഒരതിരുണ്ടല്ലോ. പക്ഷേ ഈ വീട്ടിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടണം. എങ്ങോട്ട് പോകും? വാതിലിൽ ആരോ മൃദുവായി മുട്ടി. ഇഷ എഴുന്നേറ്റ് ചെന്ന് കതക് തുറന്നു. സബിതയാണ് പുറത്തു നിന്നിരുന്നത്. എന്തുപറ്റി ശ്രുതി? തലചുറ്റലുണ്ടായോ? അമ്മ പറഞ്ഞു. ആശങ്കയോടെ അവൾ ചോദിച്ചു. അവൾ സബിതയെ ഒന്ന് നോക്കി. അവൻ പറയാറുണ്ടായിരുന്ന എടത്തിയമ്മ ഇതാണോ? ഒന്നുമില്ല ചേച്ചി, ഒരു തളർച്ച പോലെ തോന്നി, അത്രയുള്ളൂ. അത് മാറി. എന്തെങ്കിലും വയ്യായിക തോന്നുന്നുണ്ടെങ്കിൽ ദർശനയെ കാണാൻ പോകണം. ഞാൻ കൊണ്ടുപോകാം. വേണ്ട ചേച്ചി, അതിൻ്റെ ആവശ്യമില്ല. ജയസുധ പോയോ? ആ കുട്ടിയോട് ശരിക്കൊന്നും മിണ്ടാൻ കൂടി പറ്റിയില്ല. വിഷമം നടിച്ചവൾ പറഞ്ഞു. പോയിട്ടില്ല, താഴെയുണ്ട്. നമ്മുടെ ഗേറ്റിന്റെ നേരെ എതിർവശത്ത് അവരുടെ വീട്. വൈഷ്ണവം. സമയം കിട്ടുമ്പോഴൊക്കെ അവൾ ഓടിവരും. പാവം കുട്ടിയാ. പാവം പെൺകുട്ടിയെ അല്ല അവൻ അർഹിക്കുന്നത്. ശ്രുതി താഴേക്ക് വാ, ചായ തരാം, ക്ഷീണം മാറും. അവൾ സബിതയോടൊപ്പം താഴേക്കിറങ്ങിച്ചെന്നു. ഡൈനിങ് റൂമിൽ സൗദാമിനി അമ്മയുടെ അടുത്തുണ്ടായിരുന്നു ജയസുധ. ചേച്ചിയെ കാണാൻ വൈകുന്നേരം വരാമെന്ന് വിചാരിച്ച് പോകാൻ തുടങ്ങുമായിരുന്നു ഞാൻ, അവൾ സൗഹൃദത്തോടെ പറഞ്ഞു. ജയസുധ എന്തു ചെയ്യുന്നു ഇപ്പോൾ? ബിടെക് ഫൈനൽ ഇയർ ആണ്. ഇപ്പോൾ വെക്കേഷനാണോ? അല്ല, ഞാൻ ഡേ സ്കോളറാ. ഇവിടെ തന്നെയുള്ള കോളേജിലാ. രാവിലെ കോളേജ് ബസ്സിൽ പോകും. ഭംഗിയുള്ള പല്ലുകൾ കാട്ടി അവൾ ചിരിച്ചു. അപ്പോൾ അവളുടെ കാതുകളിലെ ജിമിക്കി മെല്ലെ ഒന്നാടി. ഇഷ കസേരയിലിരുന്നു. നിങ്ങളിരുന്ന് സംസാരിക്കുമോളെ, ഞാൻ ഇപ്പം വരാം. സൗദാമിനി അമ്മ എഴുന്നേറ്റ് പോയി. ജയസുധയുടെ വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും. ഞാൻ പിന്നെ ഒറ്റ മോളാ. അവൾ വീണ്ടും ചിരിച്ചു. അച്ഛനെന്ത് ചെയ്യുന്നു? കൃഷി വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറാ. അമ്മ ട്രഷറി ഓഫീസറും. ആരോരുമില്ലാത്ത ഒരു പെണ്ണിനെ ഭാര്യയാക്കുന്നതിലും എന്തുകൊണ്ടും നല്ലത്. സുദീപ് ആളെങ്ങനെ? സുന്ദരനാണോ? കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ലജ്ജയോടെ അവൾ പറഞ്ഞു. ലവ് മാരേജ് ആണോ? അയ്യോ അല്ല, ഞാനാകെ 2-3 തവണയെ കണ്ടിട്ടുള്ളൂ. ലീവിന് പാലക്കാട്ട് വരുമ്പോ ഇവിടെ ഉണ്ണിയേട്ടനെ കാണാൻ വരും. അങ്ങനെ എന്നെ കണ്ടിട്ടുണ്ട്. പാലക്കാട്ടാണോ കക്ഷിയുടെ വീട്? അതെ, അനിയത്തിയുടെ മാരേജ് കഴിഞ്ഞ പിന്നെ ഉണ്ണിയേട്ടൻ ചെന്ന് അച്ഛനെയും അമ്മയും ഇങ്ങ് കൊണ്ടുവന്നതാ. ആരാ കല്യാണം ആലോചിച്ചേ? അറിയാനായി ഇഷ ചോദിച്ചു. സബിത ചേച്ചിയാ സജസ്റ്റ് ചെയ്തേ. ഒരാഴ്ചയ്ക്കുള്ളിൽ മോതിരം മാറലും നടന്നു. ഇഷ ഒന്ന് നെടുവീർപ്പിട്ടു. ജപ്പാനിൽ നിന്ന് വന്നാലുടൻ മാരേജ് നടക്കും അല്ലേ? അതെ. 3 മാസം കാത്തിരിക്കണമല്ലോ. ചിരിച്ചുകൊണ്ട് അവൾ തലകുലുക്കി. വിളിക്കാറുണ്ടോ? അത്തരം സ്വഭാവമൊന്നുമില്ല. ഇടയ്ക്ക് മെയിലയക്കും. അവിടുത്തെ സീനറികളും ഫോട്ടോസുമൊക്കെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ജയസുധ പോയത്. പോകും മുമ്പേ അവളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും എന്നാണ് ആ പകൽ മുഴുവൻ ഇഷ ചിന്തിച്ചത്. ആരോരും അറിയാതെ പോകുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. സൂട്ട്കേസും ബാഗും ഉപേക്ഷിക്കാൻ വയ്യ. അല്ലെങ്കിൽ ടൗണിലോട്ടൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ്. സന്ധ്യ കഴിഞ്ഞപ്പോൾ അവൾക്ക് അപ്രതീക്ഷിതമായി ഒരു വഴി തുറന്നു കിട്ടി. നാളെ വാഴപ്പള്ളിയിൽ ഒരു കല്യാണമുണ്ട് മോളെ. അച്ഛനും അമ്മയും പോകുന്നുണ്ട്. മോളും കൂടെ വാ, സൗദാമിനിയമ്മ പറഞ്ഞു. ആരുടെ കല്യാണമാണമ്മേ? തലശ്ശേരിയിൽ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഗോപകുമാരന്റെ മോളുടെയാ. അവർ വലിയ കൂട്ടുകാരാ. പെൻഷൻ പറ്റിയിട്ടും സ്നേഹത്തിനൊരു കുറവും വന്നിട്ടില്ല. ഞാൻ വരണോ അമ്മേ? അവൾ മടിച്ചു കാണിച്ചു. രാവിലെ ഉണ്ണിയും സബിതയും പോകത്തില്ലയോ? ഞങ്ങൾ 10:30 പോവും. 4 മണിയായിട്ടേ വരൂ. അതുവരെ ഇവിടെ മോൾ ഒറ്റയ്ക്ക്.
അത് സാരമില്ലമ്മേ, പരിചയക്കാരാരുമില്ലാത്ത കല്യാണത്തിന് ഞാൻ ഇവിടെ ഇരുന്നോളാം. പാതി മനസ്സോടെ സൗദാമിനിയമ്മ സമ്മതിച്ചു. അപ്പോഴാണ് അവളുടെ മനസ്സിൽ ഒരാശയം കത്തിയത്. പകൽ ഒറ്റയ്ക്കാണ്, സ്ഥലം വിടാൻ ഒരു തടസ്സവുമില്ല. ഒരു കത്തെഴുതി വെച്ചാൽ മതി, അല്ലെങ്കിൽ സവിതേച്ചിയെ വിളിച്ചു പറയാം, ഞാൻ പോകുന്നു, എനിക്ക് അഭിനയിക്കാൻ വയ്യ. അതോടെ അവൾക്ക് ആവേശമായി. മുറിയിൽ ചെന്ന് ലാപ്ടോപ്പ് എടുത്ത് നെറ്റിൽ റെയിൽവേ ടൈം ടേബിൾ പരിശോധിച്ചു. 11:45 മുംബൈയിലേക്കുള്ള ജയന്തി ജനതയുണ്ട്. അത് കുറെ നേരത്തെയാകും. 2:10 ഡൽഹിയിലേക്കുള്ള കേരള എക്സ്പ്രസ്. അതാണ് സൗകര്യം. കോയമ്പത്തൂർ ഇറങ്ങാം. അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഏതെങ്കിലും വണ്ടി കിട്ടും. സാധനങ്ങൾ പാക്ക് ചെയ്യാൻ അധിക നേരം വേണ്ട, ഏറിയാൽ അരമണിക്കൂർ. വീട് പൂട്ടി താക്കോൽ ഒരു ചെടിച്ചട്ടിയുടെ ചുവട്ടിൽ വെക്കാം. അക്കാര്യം വിളിച്ചു പറഞ്ഞാൽ മതി. ഉപേക്ഷിച്ചു പോന്ന നഗരത്തിലേക്ക് അഭയാർത്ഥിയായി വീണ്ടും. വീർത്തു വരുന്ന വയറുമായി പരിചയക്കാരുടെ ഇടയിൽ ജീവിക്കേണ്ടി വരും. സാരമില്ല, അവിടെ ചെന്നു കഴിഞ്ഞ് ചെന്നൈയിലേക്കോ ഹൈദരാബാദിലേക്കോ വേറെ ഏതെങ്കിലും കമ്പനിയിൽ കയറാൻ ശ്രമിക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ 1-2 മാസത്തിനുള്ളിൽ. രാത്രിയിൽ ജമുന വിളിച്ചു. സോറി, എനിക്കപ്പോൾ വല്ലാതെ ദേഷ്യം വന്നു. അടുത്ത് ആളുകളുണ്ടായിരുന്നു. പൊട്ടിത്തെറിച്ചു പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ. സാരമില്ല ജമുന, നീ എന്നെ തിരിച്ചു വിളിച്ചല്ലോ. പക്ഷേ എനിക്ക് പറയാനുള്ളത് കേൾക്കുമ്പോൾ നിനക്ക് എന്നോട് സിമ്പതി തോന്നും. എന്താണ്? ഞാനിപ്പോൾ വന്നുപെട്ടിരിക്കുന്നത് ആരുടെ വീട്ടിലാണെന്നറിയാമോ? ആരുടെയാണ്? സുദീപ് കുമാറിന്റെ. യു മീൻ? സംശയത്തോടെ ജമുന ചോദിച്ചു. യെസ്, ബട്ട് ഹൗ? അതിനവന്റെ വീട്? അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഒരു ഉണ്ണിയേട്ടനെ കുറിച്ച് പറയുമായിരുന്നല്ലോ, അത് ഈ കൃഷ്ണനുണ്ണിയാണ്. മൈ ഗോഡ്, അവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. തൊട്ടടുത്ത വീട്ടിലെ കുട്ടി. അവളെ ഞാനിന്ന് കണ്ടു. 3 മാസം കഴിഞ്ഞ് അവൻ വരും. അപ്പോൾ മാരേജ്. ഞാനിവിടെ ഉണ്ടെങ്കിൽ 3 മാസമാകുമ്പോൾ പൊട്ടുന്ന ഒരു ടൈം ബോംബായിരിക്കും ഞാൻ. സോ വാട്ട്? എന്തിനാണ് ഞാനായിട്ടൊരു ദുരന്തമുണ്ടാക്കുന്നത്? ശബ്ദം അടക്കി പിടിച്ച് ഇഷ ചോദിച്ചു. ദാറ്റ് മീൻസ് യു സ്റ്റിൽ ലവ് ഹിം? നോ, സ്റ്റിൽ ഐ ഹേറ്റ് ഹിം. ഒന്നും അറിയാത്ത ആ ജയസുധ എന്തു പിഴച്ചു? ആ പാവം അമ്മയ്ക്കും അച്ഛനും അതൊന്നും താങ്ങാൻ പറ്റില്ല. അതോർത്താണ് ഞാൻ. ഓക്കെ, ഡു വാട്ട് യു തിങ്ക് റൈറ്റ്. നീ ഇങ്ങു പോരെ, ഇവിടെ ഞാനുണ്ടല്ലോ സപ്പോർട്ടിന്. ജമുന പറഞ്ഞു. താങ്ക് യു, നാളെ വിളിക്കാം. ഗുഡ് നൈറ്റ് പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാതെ 1 മാസത്തെ ലീവ് എടുത്താണ് പോന്നത്. അതും ഭാഗ്യമായി. തിരിച്ച് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാം. ആരുമൊന്നും സംശയിക്കാതിരിക്കാനാണ് ലീവാക്കിയത്. പിന്നെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാമെന്നായിരുന്നു പ്ലാൻ. ഉറങ്ങാൻ കിടന്നപ്പോൾ അവൾക്ക് പഴയ കാര്യമൊക്കെ ഓർമ്മ വന്നു. ഒരുപാട് സന്തോഷം തന്നു ബാംഗ്ലൂർ, അതിലേറെ സങ്കടവും തന്നു. തിരിച്ച് വീണ്ടും. രാവിലെ 9 മണിയായപ്പോൾ കൃഷ്ണനുണ്ണിയും സബിതയും പോയി. കല്യാണത്തിന് പോകാനായി സൗദാമിനിയമ്മയും വിശ്വനാഥ് പിള്ളയും ഒരുക്കം തുടങ്ങി. 10 മണിയായപ്പോൾ ടാക്സി വന്നു. അപ്പോഴാണ് അവൾക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വണ്ടി വേണം. സമയത്ത് ഓട്ടോ കിട്ടണമെന്നില്ല. കിട്ടിയാലും ബാഗും സൂട്ട്കേസും അതിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇഷ മെല്ലെ മുറ്റത്തേക്കിറങ്ങി ടാക്സി ഡ്രൈവറുടെ അടുത്തേക്ക് ചെന്നു. മെലിഞ്ഞ ഒരു മധ്യവയസ്കനായിരുന്നു അയാൾ. ചേട്ടാ, ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ഒരു ടാക്സി വേണമായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാനാണ്. പരിചയമുള്ള ആരുടെങ്കിലും ഒന്ന് വരാൻ പറയാമോ? അവൾ ചോദിച്ചു. ഏത് വണ്ടിക്ക് പോകാനാ? അയാൾ തിരക്കി. കേരള എക്സ്പ്രസിന്. അത് ഡൽഹിയിലേക്കുള്ള വണ്ടിയല്ലേ? 2:15-2:30 വരാൻ, അയാൾ പറഞ്ഞു. നേരത്തെ ചെന്ന് ടിക്കറ്റ് എടുക്കണം. എൻ്റെ അനിയൻ ഗോപാലകൃഷ്ണന്റെ വണ്ടിയുണ്ട്. 1 മണിയാകുമ്പോൾ വരാൻ അവനോട് പറയാം. ശരി ചേട്ടാ, താങ്ക്സ്. അവൾക്ക് സമാധാനമായി. പോകാൻ വണ്ടിയും ഏർപ്പാടായല്ലോ. 10:30 സൗദാമിനി അമ്മയും വിശ്വനാഥ പിള്ളയും ഒരുങ്ങി. ഉച്ചയ്ക്ക് ചോറെടുത്തുണ്ണണേ, ഒറ്റയ്ക്കേ ഉള്ളല്ലോ എന്ന് വിചാരിച്ച് മടിച്ചേക്കരുത്, സൗദാമിനി അമ്മ പറഞ്ഞു. ഇല്ലമ്മേ. അവർ പോയി. ഒട്ടും സമയം കളാതെ ഇഷ സൂട്ട്കേസിലും എയർബാഗിലും അവളുടെ സകല സാധനങ്ങളും എടുത്തുവെച്ചു. കത്തെഴുതി വെക്കുന്നതിനെക്കുറിച്ച് അവൾ ചിന്തിച്ചു. പിന്നെ അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നി. ട്രെയിനിൽ കയറിയിട്ട് കൃഷ്ണനുണ്ണിയെയോ സബിതയോ വിളിച്ച് വിവരമറിയിച്ചാൽ മതി. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഞാൻ പോവുകയാണ്. കാരണം ഞാൻ യഥാർത്ഥത്തിൽ ശ്രുതിയല്ല. എൻ്റെ പേര് ഇഷ എന്നാണ്. വന്നത് ഹൈദരാബാദിൽ നിന്നല്ല, ബാംഗ്ലൂരിൽ നിന്നാണ്. ഒരുപക്ഷെ സുദീപിനോട് ചോദിച്ചാൽ അയാൾക്ക് എന്നെ ഓർമ്മ വന്നേക്കും. 12:30 അവൾ യാത്രയ്ക്ക് വേഷം ധരിച്ച് തയ്യാറായി. വിശബ അനുഭവപ്പെട്ടില്ല. അതുകൊണ്ട് ഒന്നും കഴിച്ചതുമില്ല. 1 മണിക്ക് മുൻപ് പുറത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ഗോപാലകൃഷ്ണൻ സമയത്ത് വന്നിരിക്കണം.
സൂട്ട് കേസും ബാഗും ഒരു വിധത്തിൽ അവൾ താഴെ കൊണ്ടുവന്നു. അപ്പോഴേക്ക് കോളിംഗ് ബെല്ല് മുഴങ്ങി. ഇതാ വരുന്നു. ഇഷ ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് കൃഷ്ണനുണ്ണി നിൽക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണനുണ്ണിയെ കണ്ട് ഇഷയുടെ മുഖം വിളറി വെളുത്തു. ആ നേരത്ത് അയാൾ വീട്ടിലേക്ക് വരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഡ്രൈവർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ടാക്സിയുമായി വന്നാൽ ഏത് വണ്ടിയിലാ ശ്രുതിക്ക് പോകേണ്ടത്? കേരള എക്സ്പ്രസിനോ അതോ? ശാന്തമായ സ്വരത്തിൽ കൃഷ്ണനുണ്ണി ചോദിച്ചു. ഉണ്ണിയേട്ട എനിക്ക് അവൾ അമ്പരപ്പോടെ അയാളെ നോക്കി. എങ്ങനെ അറിഞ്ഞു കൃഷ്ണനുണ്ണി ഈ ഒളിച്ചോട്ടത്തിന്റെ കാര്യം? അവൾ കൊണ്ടുവന്ന് വെച്ച ബാഗിലേക്കും സൂട്ട് കേസിലേക്കും അയാളുടെ കണ്ണുകൾ ചെല്ലുന്നത് അവൾ കണ്ടു. ടാക്സി ഡ്രൈവർ ഗോപാലകൃഷ്ണൻ കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ശ്രീവത്സത്ത് നിന്ന് ആർക്കോ കേരള എക്സ്പ്രസിൽ പോകാൻ 1 മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും അയാളുടെ വണ്ടിക്ക് എന്തോ തകരാറ് പറ്റിയതുകൊണ്ട് വേറെ ആരെങ്കിലും വിട്ടാൽ മതിയോ എന്നും ചോദിച്ചു. അവൾക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. എന്റെ കാറുള്ളപ്പോൾ എന്തിനാ ടാക്സി വിളിക്കുന്നത്? ഞാൻ കൊണ്ടുവിടാം റെയിൽവേ സ്റ്റേഷനിൽ. എന്താ? ഉണ്ണിയേട്ടൻ എന്നോട് ക്ഷമിക്കണം, അവൾ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ശ്രുതി. നീ എന്തിനാണ് ഞങ്ങളിങ്ങനെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നത്? എന്റെ അറിവിൽ ഒരേ ഒരു തെറ്റേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചു. നീ അതിനെ ഇല്ലായ്മ ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞതുകൊണ്ട് മാത്രം. സത്യം തുറന്നു പറഞ്ഞാലോ എന്ന് പെട്ടെന്ന് അവൾക്ക് തോന്നി. നിങ്ങളുടെ സഹോദരന്റെ കുഞ്ഞിനെയാണ് ഞാൻ എന്റെ വയറ്റിൽ പേറുന്നത്. ചെറിയൊരു സംശയത്തിന്റെ പേരിലാണ് അവൻ എന്നെ തള്ളിക്കളഞ്ഞത്. അവന്റെ മുഖം വീണ്ടും കാണാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത്. പക്ഷെ അവൾ സ്വയം നിയന്ത്രിച്ചു. സത്യം തുറന്നു പറഞ്ഞാൽ നിരപരാധിയായ ഒരു പെൺകുട്ടിയുടെ വിവാഹ സ്വപ്നങ്ങൾ തകരും. സ്നേഹസമ്പന്നരായ ഒരു അച്ഛനും അമ്മയും സഹോദരനും ഭാര്യയും അടങ്ങുന്ന കുടുംബം മാനക്കേടിൽ വെന്തുരുകും. വേണ്ട, ഒന്നും മിണ്ടാതിരുന്നാൽ സകല ദുരിതങ്ങളും ഇഷ എന്നൊരു പെണ്ണു മാത്രം അനുഭവിച്ചു തീർത്താൽ മതി. ശ്രുതി, നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് വിടാം. അക്കാര്യം ഞാൻ രഹസ്യമായി വയ്ക്കാം. ആരോരുമില്ലാത്ത നേരത്ത് നീ വീട് വിട്ടു പോയി എന്നേ എല്ലാവരും വിചാരിക്കൂ. ബട്ട് ഐ ഡിസേർവ് ആൻ ആൻസർ. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഞങ്ങളെ വിഡ്ഢികളാക്കാൻ എന്തിനാണ് നീ ആഗ്രഹിച്ചത്? കോപമോ വെറുപ്പോ ആയിരുന്നില്ല അയാളുടെ സ്വരത്തിലുണ്ടായിരുന്നത്. നിരാശയും ആത്മനിന്ദയുമാണ് അയാളുടെ കണ്ണുകളിൽ നെള്ളിച്ചിരുന്നത്. ഇഷ മുഖം കുനിച്ചു. എന്തെങ്കിലും ഒരു നുണ കണ്ടുപിടിക്കാതെ പറ്റില്ല. വിശ്വസനീയമായ ഒരു നുണ. എന്തായാലും പറ. എനിക്ക് വിഷമമില്ല. ജീവിതത്തിൽ പല തിരിച്ചടികളും അഭിമുഖീകരിച്ചിട്ടുള്ളവനാണ് ഞാൻ. ഒരേയൊരു കാരണം മാത്രമേ പറയാൻ പറ്റൂ. അതിൽ കുറഞ്ഞ് ഒന്നും വിശ്വസനീയമല്ല. ഉണ്ണിയേട്ടൻ ക്ഷമിക്കണം. എന്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു, അവൾ പറഞ്ഞു. കൃഷ്ണനുണ്ണി മെല്ലെ തലകുലുക്കി. മനസ്സിലായി. ഞങ്ങൾക്ക് തന്നിട്ട് തിരിച്ചു പോകാൻ കഴിയുമോ എന്ന് നീ ഇപ്പോൾ സംശയിക്കുന്നു അല്ലേ? അതെ. മാത്രമല്ല, ഞാനിപ്പോൾ സബിത ചേച്ചിയുടെ കൂട്ടുകാരി സുരഭിയുടെ അനുജത്തി എന്ന നിലയിലാണ് ഇവിടെ താമസിക്കുന്നത്. ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ പിന്നെ നിങ്ങൾക്കെങ്ങനെ തരാൻ കഴിയും? ഇവിടുത്തെ അച്ഛനോടും അമ്മയോടും എന്ത് വിശദീകരണം കൊടുക്കും? അവൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. എല്ലാം ആലോചിച്ചപ്പോൾ എത്രയും വേഗം ഇവിടുന്ന് പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. എല്ലാവരുടെയും അനുവാദത്തോടെ പോകുന്നത് അത്ര എളുപ്പവുമല്ല, അവൾ ന്യായീകരിച്ചു. ശ്രുതി പറയുന്നതെല്ലാം വാസ്തവമാണ്. പക്ഷെ ഇവിടുന്ന് രക്ഷപ്പെടാൻ തിരഞ്ഞെടുത്ത മാർഗം മാത്രം ശരിയല്ല. ശ്രുതിയെ പെട്ടെന്ന് കാണാതായാൽ അച്ഛനും അമ്മയും വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? സുരഭിയെ വിളിച്ചു ചോദിക്കാം. സുരഭിക്ക് അങ്ങനെയുടെ അനുജത്തി ഇല്ലെന്നറിയുമ്പോൾ സബിതയും ഞാനും അവരുടെ മുമ്പിൽ ചീത്തയാകും. ഇഷ മിണ്ടിയില്ല. അല്ലെങ്കിൽ തന്നെ അച്ഛൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തെന്ന് വരും. അവർ അന്വേഷിക്കും. ഞാൻ പിടിച്ചു നിന്നാലും സബിത പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സത്യം തുറന്നു പറഞ്ഞിരുന്നിരിക്കും. പിന്നെ അവളുടെയും എന്റെയും അവസ്ഥ ഒന്നോർത്തു നോക്കിക്കേ. അവൾ നിസ്സഹായതയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് ഉണ്ണിയേട്ടൻ പറയുന്നത്? കൃഷ്ണനുണ്ണി ഒരു നിമിഷം ചിന്തിച്ചു. 2-3 മാസം കൂടി ശ്രുതി ഇവിടെ താമസിക്കണം. അപ്പോഴേക്ക് സുദീപ് വരും. ആ ഒരു കാരണം പറഞ്ഞ് ഇവിടുന്ന് മാറാം, അയാൾ പറഞ്ഞു. അതിൽ തെറ്റില്ലെന്ന് അവൾക്ക് തോന്നി. പക്ഷേ അച്ഛനും അമ്മയും എന്നെ വിടില്ല, അവൾ ഭയന്നു. അല്ലെങ്കിൽ വേറൊരു മാർഗമുണ്ട്. ശ്രുതിയുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരുന്നു. പോകാതെ പറ്റില്ലല്ലോ. അത് നല്ലൊരു ഐഡിയ ആണ്. സബിതയോട് സാവകാശം സംസാരിച്ച് അവളെ ഞാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. ഒരമ്മയും നൊന്തു പ്രസവിക്കുന്ന കുഞ്ഞിനെ ഉപേക്ഷിക്കയില്ല. അവൾക്കത് മനസ്സിലാകും. അവൾ മിണ്ടിയില്ല. ഇനി ശ്രുതിക്ക് രണ്ടിലൊന്ന് തീരുമാനിക്കാം. പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് വിടാം. അല്ലെങ്കിൽ ഇഷ ഒന്നും പറയാതെ എയർ ബാഗ് എടുത്ത് കോണിപ്പടികൾ കയറി തിരിച്ചുപോയി. കൃഷ്ണനുണ്ണി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു.
ഭാരമുള്ള സൂട്ട്കേസ് എടുത്ത് അയാൾ അവളുടെ മുറിയിൽ കൊണ്ടുചെന്നു. ഉണ്ണിയേട്ടാ, നിങ്ങൾ എൻ്റെ സ്വന്തം സഹോദരനായിരുന്നെങ്കിൽ എന്നാശിച്ചു പോവുകയാണ് ഞാനിപ്പോൾ, ഹൃദയത്തിൽ തട്ടി അവൾ പറഞ്ഞു. ആ സ്ഥാനം തന്നെയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അറിയാതെ അവളുടെ കണ്ണുകൾ നനഞ്ഞു. കഠിന ഹൃദയാകാൻ തീരുമാനിച്ചു വന്നിട്ട് ഇപ്പോൾ ഒട്ടും ആഗ്രഹിക്കാത്ത സെന്റിമെന്റ്സിന് കീഴടങ്ങുകയല്ലേ താനിപ്പോൾ ചെയ്യുന്നത്? ഇന്നിപ്പോൾ ഇവിടെ സംഭവിച്ചത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, മനസ്സിലായില്ലേ? അയാൾ ചോദിച്ചു. അവൾ തലകുലുക്കി. കൃഷ്ണനുണ്ണി താഴേക്കിറങ്ങിപ്പോയി. നിരാശ കൊണ്ട് കനം വെച്ച ഹൃദയത്തോടെയാണ് അയാൾ പോയതെന്ന് ഇഷയ്ക്ക് മനസ്സിലായി. കുഞ്ഞിനെ കിട്ടുകയില്ലെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു കാണും. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഒരു മുഴുത്ത നുണ പറയേണ്ടി വന്നു. കുഞ്ഞ് ഈ വീട്ടിൽ തന്നെയാണ് വളരേണ്ടത്. ഇത് അവന്റെയോ അവളുടെയോ അച്ഛന്റെ വീടാണ്. അച്ഛന്റെ സ്നേഹം കിട്ടിയിരുന്നെന്ന് വരില്ലെങ്കിലും മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും സ്നേഹവും വാത്സല്യവും ഉറപ്പായിട്ടും കിട്ടും. അമ്മയുടെ കരുതൽ കിട്ടിയില്ലെങ്കിലും വളർത്തമ്മയുടെ കയ്യിൽ കുഞ്ഞ് സുരക്ഷിതമായിരിക്കും. തക്ക സമയത്ത് കൃഷ്ണനുണ്ണി വന്നത് ഒരു കണക്കിൽ നന്നായി. അല്ലെങ്കിൽ സകല പ്ലാനിങ്ങുകളും തെറ്റിപ്പോയേനെ. വിവാഹം കഴിക്കാതെ ജനിച്ച കുഞ്ഞുമായി ഒറ്റപ്പെട്ടൊരു ജീവിതം. സൂട്ട്കേസും ബാഗും തുറന്ന് അവൾ ഓരോ സാധനവും എടുത്ത് പഴയ സ്ഥാനങ്ങളിൽ വെച്ചു. സബിത ഇടയ്ക്ക് മുറിയിൽ കയറി വരാറുള്ളതാണ്. എല്ലാം പെട്ടിക്കുള്ളിൽ ഇരുന്നാൽ സംശയം തോന്നും. ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുക എന്നത് ഏറ്റവും വിരസമായ കാര്യങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ ഉദരത്തിൽ ഒരു കുരുന്നു ജീവൻ വളരുന്നുണ്ടല്ലോ എന്ന കാര്യം ഓർമ്മ വന്നപ്പോൾ താഴേക്കിറങ്ങിച്ചെന്ന് ചോറും കറികളും വിളമ്പിയെടുത്തു. അപ്പോഴാണ് ഒരു കോള് വരുന്നത്. അവൾ മൊബൈൽ എടുത്തു നോക്കി. ജസ്മി. അവളുടൻ കോൾ എടുത്തു. ഹലോ ജസ്മി, ഹൗ ആർ യു? ഫൈൻ ചേച്ചി, ഇതുവരെ എന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ, അവൾ പരിഭവം പറഞ്ഞു. റിയലി സോറി. വിളിക്കണമെന്ന് പലതവണ വിചാരിച്ചതാണ്, പക്ഷേ നീണ്ടുപോയി. മനഃപൂർവ്വമാണ് വിളിക്കാത്തതെന്ന് പാവം ജസ്മിക്ക് അറിയില്ലല്ലോ. സെന്റ് ജോസഫ്സ് കോൺവെന്റ് ഹോസ്റ്റലിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അവളുടെ അങ്കിൾ ഡ്രീം ഹൗസ് അപ്പാർട്ട്മെന്റ്സിന്റെ ആർക്കിടെക്ട് മിസ്റ്റർ അരുൺ തോമസ് ആണെന്ന ഒറ്റ കാരണം കൊണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ എനിക്ക് ഇന്റേൺഷിപ്പ് തരപ്പെട്ടിട്ടുണ്ട്. മറ്റന്നാൾ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകും. അതിനു മുമ്പ് എനിക്ക് ചേച്ചിയെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്, അവൾ പറഞ്ഞു. കൺഗ്രാറ്റ് ജസ്മി, ഞാൻ ഇപ്പോൾ എറണാകുളത്താണല്ലോ. നാളെ വൈകുന്നേരത്തെ തിരിച്ചെത്തൂ. വന്നിട്ട് ഞാൻ വിളിക്കാം. ഫ്രീ ആണെങ്കിൽ കാണാം. ഓക്കെ ചേച്ചി. അവളോട് നുണ പറയേണ്ടി വന്നതിൽ ഇഷയ്ക്ക് ഖേദം തോന്നി. ഇനി ഇതുപോലെ എത്ര നുണകൾ ആരോടൊക്കെ പറയേണ്ടി വരുമെന്ന് ആർക്കറിയാം. ബാംഗ്ലൂരിൽ അവൾക്ക് താമസ സൗകര്യം കിട്ടിയില്ലെങ്കിൽ ജമുന സഹായിച്ചേനെ. പക്ഷേ അതിലൊരു അപകടമുണ്ട്. അവിടെ താൻ ശ്രുതിയല്ല, ഇഷയാണ്. തന്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ അവൾ പരിചയപ്പെടാൻ ഇടയായാൽ. ബാംഗ്ലൂരിൽ ജസ്മി എവിടെയാണ് താമസിക്കുക? അവൾ തിരക്കി. എന്റെ ചില ക്ലാസ്മേറ്റ്സ് അവിടെയുണ്ട് ചേച്ചി. അക്കോമഡേഷൻ പ്രശ്നമില്ല. നാളെ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ് ജസ്മി. താങ്ക് യു ചേച്ചി. ഇഷ ഊണ് കഴിച്ചിട്ട് അല്പനേരം കിടന്നു. മുൾമെത്തയിലാണ് ഈ കിടപ്പ്. ഒരിക്കലും മനസ്സമാധാനം കിട്ടുകയില്ല. രഹസ്യങ്ങളുടെ മാറാപ്പ് അഴിച്ചു വെക്കാതെ സുഖമായി ഉറങ്ങാൻ കഴിയുകയില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ താഴെ കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. അവൾ കോണിപ്പടികൾ ഇറങ്ങിച്ചെന്നു. വിശ്വനാഥ പിള്ളയും സൗദാമിനി അമ്മയുമാണ് വന്നത്. മോള് ചോറുണ്ടോ? വന്നപാടെ സൗദാമിനി അമ്മ ചോദിച്ചു. ഉണ്ടമ്മേ. അതോ ഒറ്റയ്ക്കായതുകൊണ്ട് കഴിച്ചെന്ന് വരുത്തിയതേയുള്ളോ? അവൾ വെറുതെ ചിരിച്ചു. വാഴപ്പള്ളിയിലെ കല്യാണത്തിന്റെ വിശേഷങ്ങളാണ് പിന്നെ അവർ പറഞ്ഞത്. നല്ല ചേർച്ചയുള്ള പെണ്ണും ചെറുക്കനും. സ്വർണത്തിന്റെ ഭാരം കാരണം പെണ്ണിന് ശരിക്കും നടക്കാൻ പോലും വയ്യായിരുന്നു. ഇത്രയ്ക്ക് ആർഭാടമൊന്നും പാടില്ല. ജയസുധ നല്ല കുട്ടിയാ. പക്ഷേ സുദീപിനെ അപേക്ഷിച്ച് അവൾക്ക് ഇത്തിരി പൊക്കം കുറവാ. മോളുടെ അത്രയെങ്കിലും ഉയരം വേണമായിരുന്നു. ചേർത്ത് പിടിച്ച് ചുംബിക്കുമ്പോൾ സുദീപ് പറയുമായിരുന്നു, കറക്റ്റാണ് നിന്റെ ഉയരം. ഒട്ടും കുനിയാതെ എനിക്ക് നിന്റെ ചുണ്ടുകളിൽ ഉമ്മ വയ്ക്കാൻ പറ്റുന്നുണ്ട്. ജയസുധയ്ക്ക് അതൊരു കുറവല്ലല്ലോ അമ്മേ. അവൾ സുന്ദരിയാണല്ലോ. അതെ, ഞാൻ പറഞ്ഞതേയുള്ളൂ. യു ബോത്ത് ആർ ഐഡിയൽ പെയേഴ്സ്. ഹൈറ്റ്, വെയ്റ്റ്, കളർ, ബോഡി ഫീച്ചേഴ്സ് എല്ലാം മാച്ചിങ്. സിറിൽ പറയുമായിരുന്നു. സിറിൽ അവന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. എന്നിട്ടും വൈകുന്നേരം സ്കൂളിൽ നിന്ന് സബിത വന്നപ്പോൾ അവൾ കിച്ചണിലേക്ക് ചെന്നു. ചായ ഉണ്ടാക്കാൻ അവളും ഒപ്പം ചേർന്നു. അതിഥിയെപ്പോലെ കഴിയുന്നത് ശരിയല്ലല്ലോ. നാളെ സാറ്റർഡേ അല്ലേ? എനിക്ക് സ്കൂളില്ല. നമുക്ക് ദർശനെ ഒന്ന് കാണാൻ പോയാലോ? സബിത ചോദിച്ചു. ഇപ്പോഴേ വേണോ? ഇഷ ഒന്ന് സംശയിച്ചു. പോകുന്നതിൽ തെറ്റില്ല. മാസത്തിലൊരിക്കൽ ചെല്ലണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്?
നമ്മൾ ചെന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞതല്ലേയുള്ളൂ, അവൾ പറഞ്ഞു. ശ്രുതി ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിക്കുകയല്ലേ, പുറത്തേക്ക് പോകാൻ എന്തെങ്കിലും കാരണമില്ലാതെ? സബിത പറഞ്ഞതിലും കാര്യമുണ്ടായിരുന്നു. ഇതുപോലെ മുമ്പൊരിക്കലും വീട്ടിനുള്ളിൽ തന്നെ കഴിഞ്ഞിട്ടില്ല. പുറത്തേക്ക് പോകാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. നമുക്ക് നാളെ ഒരു ഷോപ്പിങ്ങിന് പോയാലോ, അവൾ ചോദിച്ചു. പോകാം, എനിക്ക് കുറെ സാധനങ്ങൾ മേടിക്കാനുണ്ട്. നാളെ നമുക്ക് കാറ് വേണമെന്ന് ഉണ്ണിയേട്ടനോട് പറയാം, സബിത ഉടൻ സമ്മതിച്ചു. അത് വേണ്ട ചേച്ചി, നമുക്ക് ഓട്ടോയിൽ പോകാം. വെളിയിൽ ഒരു ബൈക്ക് ഇരിക്കുന്നത് കണ്ടില്ലേ? അത് സുദീപിന്റെയാ. വീട്ടിൽ വെച്ചിരിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും ഇങ്ങോട്ട് മാറിയപ്പോഴാ അതിങ്ങോട്ട് കൊണ്ടുവന്നത്. ഉണ്ണിയേട്ടൻ നാളെ ബൈക്കിൽ പൊയ്ക്കോളും. കാറുണ്ടായിരുന്നിട്ടും ബൈക്ക് റൈഡ് ചെയ്യാനായിരുന്നു സുദീപിന് ഇഷ്ടം. ഹൈവേയിൽ കയറിയാൽ 80-ൽ നിന്ന് 90-ലേക്ക് കയറും സ്പീഡ്. പേടിച്ച് വിറച്ച് അവനെ അമർത്തി കെട്ടിപ്പിടിച്ചിരിക്കും. എല്ലാം കഴിഞ്ഞ ഏതോ ജന്മത്ത് നടന്നതുപോലെ. രാത്രിയിൽ ജമുന വിളിച്ചു. ഇഷ ചെന്ന് വാതിലടിച്ച് ബോൾട്ടിട്ടിട്ടാണ് അവളോട് സംസാരിച്ചത്. നീ എന്നാണ് ഇങ്ങോട്ട് വരുന്നത്? റിസർവേഷന് ട്രൈ ചെയ്തോ? ജമുന ചോദിച്ചു. ഞാൻ വരുന്നില്ല. വരുന്നില്ലേ? ഇതാ നിന്റെ കുഴപ്പം. സ്ഥിരമായൊരു തീരുമാനം നിനക്കില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അവൾ കുറ്റപ്പെടുത്തി. അതല്ല ജമുന, ഇന്ന് രക്ഷപ്പെടാൻ ഒരു ചാൻസ് കിട്ടിയിരുന്നു. ഞാൻ ശ്രമിക്കുകയും ചെയ്തു, പക്ഷേ പാളിപ്പോയി. അവൾ ആ കാര്യം മുഴുവൻ ജമുനയോട് പറഞ്ഞു. ഈ കൃഷ്ണനുണ്ണി കേട്ടിട്ടൊരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നല്ലോ. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ജമുന പറഞ്ഞു. അതെ, പിന്നെങ്ങനെ അയാളുടെ അനിയനായി അതേ വയറ്റിൽ അവൻ ജനിച്ചു? ജമുന അത്ഭുതപ്പെട്ടു. ശരിയാണ്, അവന്റെ അച്ഛനും അമ്മയും എത്ര സ്നേഹസമ്പന്നനാണെന്നറിയാമോ? അവന്റെ ജേതോജീനിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു കണക്കിന് നീ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നതാണ് നല്ലത്. കല്യാണം കഴിക്കാൻ വേണ്ടി അവൻ ജപ്പാനിൽ നിന്ന് വരുമ്പോൾ നീ അവിടെ ഉണ്ടാവണം. അതിൽ പരം എന്ത് ശിക്ഷയാണ് നിനക്ക് അവന് കൊടുക്കാൻ പറ്റുക? ജമുനയുടെ ആ നിർദ്ദേശം 100% സ്വീകാര്യമാണെന്ന് ഇഷയ്ക്ക് തോന്നി. ഒരക്ഷരം പോലും ആരോടും പറയുകയില്ല. പക്ഷേ തന്നെ കാണുമ്പോൾ അവന് ഭ്രാന്ത് പിടിക്കും. സകലതും തകരുമെന്ന് അവൻ ഭയക്കും. ശരിയാണ് ജമുന, അവൻ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാകും. അവന് അല്പം പോലും മനസ്സമാധാനം കൊടുക്കുകയില്ല ഞാൻ, അവൾ പറഞ്ഞു. കുറെ നേരം കൂടി സംസാരിച്ചിട്ടാണ് ജമുന കോള് കട്ട് ചെയ്തത്. രാവിലെ കൃഷ്ണനുണ്ണി ഓഫീസിലേക്ക് പോയത് ബൈക്കിലാണ്. ഉച്ചവരെ സബിതയ്ക്ക് വീട്ടുജോലികൾ ഉണ്ടായിരുന്നു. 4 മണിയായപ്പോൾ ഷോപ്പിങ്ങിന് പോകാൻ അവൾ ഇഷയെ വിളിച്ചു. സബിതയാണ് കാർ ഓടിച്ചത്. ശ്രുതിക്ക് ഡ്രൈവിംഗ് അറിയാമോ? അവൾ ചോദിച്ചു. ഇല്ല. നുണയാണ് അവൾ പറഞ്ഞത്. ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ട്. അതിലെ പേര് ഇഷ അരവിന്ദ് എന്നാണ്. ആരെയും അത് കാണിക്കാൻ പറ്റില്ലല്ലോ. സൂപ്പർ മാർക്കറ്റിലെത്തി അവർ ആദ്യം പോയത് കോസ്മെറ്റിക്സ് വിഭാഗത്തിലേക്കാണ്. ഷോപ്പിംഗ് ബാസ്ക്കറ്റിലേക്ക് സബിത ടോയ്ലറ്റ് സോപ്പും ഷാമ്പുവും ടൂത്ത് പേസ്റ്റും ഒക്കെ എടുത്തു വെച്ചു. ഇഷ ഒപ്പം നിന്നതേയുള്ളൂ. ഹായ് ഇഷ. പെട്ടെന്ന് ഒരു വിളി കേട്ട് അവളും സബിതയും തിരിഞ്ഞു നോക്കി. ചിരിച്ചുകൊണ്ട് കയ്യിലൊരു ബാസ്ക്കറ്റുമായി അരുൺ തോമസ് നിൽക്കുന്നുണ്ടായിരുന്നു.